ഹായ്, ലെന സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് പ്ലീറ്റഡ് ഞെക്കിയാണ്. ഇത് ഞെക്കി പീസാണ്. ഈ രണ്ട് പീസും വെച്ചിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ട് രണ്ട് പീസും വെച്ചിട്ട് ഒരു പ്ലീറ്റഡ് ഞെക്കിയാണ് തയ്ക്കുന്നത്. 52 ഇഞ്ച് ലെങ്ത്തിൽ. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ ഇത് 2 ഇഞ്ച് നമുക്ക് തയ്ക്കാൻ വേണ്ടി മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് ലെങ്ത്ത് എടുക്കുക. ലെങ്ത്ത് ഇങ്ങനെ 52 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുക. അല്ല, 52 തുമ്പടക്കം 52.5. നേരെ കറക്റ്റായി മടക്കിയിട്ട് ഫോൾഡ് ഭാഗം കണ്ടോ, ഫോൾഡ് ഭാഗം നമ്മൾ നിൽക്കണ സൈഡിലേക്ക് കൊടുക്കുക. ഇത് കരഭാഗം. ഇതിങ്ങനെ രണ്ടായി മടക്കി, ഇവിടെ ഫോൾഡ് ഭാഗം, ഇവിടെ ഫോൾഡ് ഭാഗം, അങ്ങനെ രണ്ടായി മടക്കിയിട്ട് ഇനി ഇതിൻ്റെ ആദ്യം ഷോൾഡർ കൊടുക്കുക. ഷോൾഡർ ഒരു 7 ഇഞ്ച് കൊടുക്കുക. ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി ആ 7 ഇഞ്ച് തന്നെ താഴേക്ക് ഇറക്കി കൊടുക്കുക. റീകാളിൻ്റെ അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ ഈ റീകാളിൻ്റെ ലൈൻ വന്നില്ലേ, അവിടെ ഇനി ഒരു 1.5 ഇഞ്ച് പുറത്തേക്ക് വരച്ചെടുക്കുക. ഇതുണ്ടോ, ഇങ്ങനെ ഒരു വരട്ട് കൊടുക്കുക. അതിന് ശേഷം യോക്ക് പീസിൻ്റെ ലെങ്ത്ത് കൊടുക്കുക. ഒരു 10 ഇഞ്ച് കൊടുക്കുക കേട്ടോ. 10 ഇഞ്ചൊക്കെ സാധാരണ ഹൈറ്റുള്ളവർക്കൊക്കെ 10 ഇഞ്ചൊക്കെ മതി. ഈ 10 ഇഞ്ച് ഇവിടെ ടാപ്പ് വെച്ച് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് അളവെടുക്കുക. 14 അതേ അളവ് തന്നെ ഇവിടെയും വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുക. ഇങ്ങനെ ഇനി ഇതിലേക്ക് ഈ യോക്കിൻ്റെ അവിടെ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്തതിലേക്ക് ഈ 1.5 ഇഞ്ച് എടുത്തതിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ. ഇനി ഇതിവിടെ ഒരു റീകളിനവിടെ റീകൾ ഷേപ്പ് വരച്ചു കൊടുക്കുക. കൈക്കുഴിയുടെ ഇതാ കണ്ടോ, ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ലൈന് ഇവിടെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഒരു 1.5 ഇഞ്ച് ബാക്കിലേക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അവിടെ നിന്നിട്ട് അതുപോലെ താഴേക്ക് 1.5 ഇഞ്ച്, മേലേക്ക് ഒരു 1.5 ഇഞ്ച് കൊടുക്കുക. ഒരു ബോക്സ് പോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഈ 1.5 ഇഞ്ചിലേക്ക്. അങ്ങനെ അതുപോലെ ഈ യോക്ക് പീസിൻ്റെ ഇവിടെ കൊടുത്തില്ലേ, ഈ ലൈൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൊടുത്ത ഈ 1.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക, ഒരു വര കൊടുക്കുക. അപ്പോൾ അത് യോക്ക് പീസുമായി. ഇപ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ സ്ലീവ് ഇവിടെ വെട്ടി കഴിഞ്ഞാൽ ഒരുപാട് തുണി വേസ്റ്റായി പോകും. അപ്പോൾ നമുക്കിത് വെട്ടിയെടുക്കാം. ഇത് 3.4 ബിറ്റാണ്. 290 ആണെങ്കിൽ ഇത് കറക്റ്റായിരിക്കും. ഇത് 3.4 ബിറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ആദ്യം വെട്ടിയെടുത്തതിന് ശേഷം കൈ പിന്നെ അവിടെ വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തു. ഇത് നെക്ക് മാർക്ക് ചെയ്യാത്തത് തയ്ക്കുമ്പോൾ ബാക്ക് പീസ് എടുത്തിട്ട് വേറെ മാർക്ക് ചെയ്യുക. അപ്പോൾ അതങ്ങനെ ബാക്ക് പീസ് എടുത്തിട്ട് 2.5 ഇഞ്ച് അകലത്തിൽ ഒരു 4 ഇഞ്ച് ഇറക്കത്തിൽ ബാക്ക് പീസ് ബാക്ക് കഴുത്ത് കുറച്ച് ഇറക്കത്തിൽ കൊടുക്കാം. റെഡിമെയ്ഡ് അല്ല, സ്റ്റിച്ച് ചെയ്യുന്നതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഇറക്കത്തിൽ കഴുത്ത് കൊടുക്കാം. കണ്ടോ, ബാക്ക് പീസ് മാർക്ക് ചെയ്തു. ഇനി ഫ്രണ്ട് പീസിലേക്ക് വേറൊരു ഡിസൈൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് കട്ട് ചെയ്യണം, കാണിച്ചു തരാം.
ഫ്രണ്ട് പീസ് എടുത്തിട്ട് അവിടെ 2.5 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്യുക. ഇവിടെ അടിയിൽ ഒരു 3.5 ഇഞ്ച് മാർക്ക് കൊടുക്കുക. ആണോ, ഇവിടെ 3.5, ഇവിടെ 2.5. എന്നിട്ട് ഇതിലേക്ക് ചെരിച്ച് കൊടുക്കുക. അങ്ങനെ ലൈന് ചെരിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക. കണ്ടോ, ഇനി ഇതിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ട് പീസിൽ നെക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തില്ലേ, നെക്കിൻ്റെ അവിടെ ഒരു പീസ് 2 ഇഞ്ച് അകലത്തിൽ, ഇവിടെ 3.5 ഇഞ്ച് അകലത്തിലായിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ. അപ്പോൾ നെക്കിന് ഇറക്കം 5 ഇഞ്ച് കൊടുക്കുക. ഈ 5 ഇഞ്ച് ഉണ്ടോ, ഈ 5 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ലൈന് ഒന്ന് കയറ്റി വരച്ചു കൊടുക്കുക. 5 ഇഞ്ചിൻ്റെ അവിടെ ഈ മാർക്ക് ഇട്ടതിന് ശേഷം ഈ ലൈനൊന്ന് കയറ്റി വരയ്ക്കുക. എന്നിട്ട് ഇവിടേക്ക് 1/2 ഇഞ്ച് തുമ്പിട്ട് കൊടുക്കുക. 1/2 ഇഞ്ച് തുമ്പ് അവിടെ സൈഡിലും താഴെ 1/2 ഇഞ്ച് തുമ്പിട്ടിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. പീസ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി സ്ലീവിന് മാർക്ക് ചെയ്യുക. ഒരു 10 ഇഞ്ച് വീതിക്ക് അനുസരിച്ച് കൊടുക്കുക. 8 ഇഞ്ച് ലെങ്ത്ത്, അപ്പോൾ 8 ഇഞ്ച് തുമ്പടക്കം 8 ഇഞ്ച് കൊടുക്കുക. അവിടെ നിന്ന് 3 ഇഞ്ച് ഇറക്കത്തിൽ മാർക്ക് ചെയ്ത് 10 ഇഞ്ചില്ലേ അതിലേക്ക് മാർക്ക് ചെയ്തതിലേക്ക് ലൈൻ ഇട്ട് കൊടുക്കുക. അതുപോലെ സൈഡ് 6 ഇഞ്ച് ലൂസ് 1.5 ഇഞ്ച് തൊട്ട് കൊടുക്കുക. ഇങ്ങനെ വെച്ച് വരച്ചു കേട്ടോ. ഇതിൽ ശരിച്ച് വരച്ചു. ഇത് കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ അടിയിലൊരു പൈപ്പിംഗ് കൊടുക്കാൻ 2 പീസ് എന്നിട്ട് 2 ചെറിയ ലൈൻ ഇട്ട് കൊടുക്കണം. കട്ട് ചെയ്തെടുക്കാം. ഇത് അടിയിൽ 2 കൈക്കും പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടി. അപ്പം എല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്കതൊരു സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ മാക്സ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് 2 കൂടി ഇടുമ്പോഴേക്കും നല്ല ലെങ്ത്തുള്ളൊരു വീഡിയോ ആവില്ലേ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നൊരു വീഡിയോ അടുത്തതായിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.